ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്നത്തെ ഈ കഥ ഇത് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇതിലുള്ള ട്വിസ്റ്റുകൾ ഉണ്ടല്ലോ, അതിങ്ങനെ എണ്ണേണ്ടി വരും. 1, 2, 3 ഒരു 10-20 എണ്ണായിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് വെറുതെ തള്ളി മറിക്കുകയാണെന്ന്. എന്തായാലും കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ കിളിയും പാറും അതുപോലെ തന്നെ ട്വിസ്റ്റ് കണ്ട് നിങ്ങൾ എന്തായാലും ആമ്പരന്ന് പോവുകയും ചെയ്യും. അതായത് ഡെവിൾസ് ഗേറ്റ് എന്ന് പേരുള്ള ഒരു ദുരൂഹമായിട്ടുള്ള ഗ്രാമം. അധികം ആരും അവിടെ താമസിക്കാറൊന്നുമില്ല. ഇടക്കിടക്ക് അതിലൂടെ പോകുന്ന ചില ആൾക്കാരെ കാണാതാവുന്നുണ്ട്. അപ്പൊ ഈ കേസ് അന്വേഷിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ഓഫീസർ ആയിട്ടുള്ള FBI ഏജന്റ് ആയിട്ടുള്ള ഡാരിയ ഫ്രാൻസി അങ്ങോട്ടേക്ക് വരികയാണ്. അവളുടെ ടീമിൽ ലോക്കൽ പോലീസ് ആയിട്ടുള്ള കോൾട്ടനും ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവര് രണ്ടുപേരും പിന്നീട് നേരെ പോകുന്നത് ജാക്സൺ എന്ന് പേരുള്ള ഒരാളുടെ വീട്ടിലേക്കാണ്. അതായത് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട ഒരു കേസ് അന്വേഷിക്കാനാണ് ഫസ്റ്റ് ഇവർ അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്നാൽ ആ കേസ് പിന്നീട് എങ്ങോട്ടേക്കൊക്കെ പോയെന്ന് അത് നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞു മക്കളെ. അപ്പൊ നേരെ ഈ കഥയിലേക്ക് പോവല്ലേ, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പിന്നെ വയനാട്ടിലേക്ക് ക്യാമ്പിങ്ങിന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തു കേട്ടോ. നമ്മുടെ പാക്കേജിനാകെ വരുന്നത് 999 മാത്രമേ ഉള്ളൂ. സോ നമ്മൾ കഥ ആരംഭിക്കുകയാണ്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു വലിയ ഡെസേർട്ടാണ്. വിജനമായ പ്രദേശം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് പോകാൻ ഭയപ്പെടുന്ന രീതിയിലുള്ള ഒരു വല്ലാത്ത സ്ഥലം. അതിലൂടെ ഒരു കാർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അയാളുടെ കഷ്ടകാലം എന്ന് പറയട്ടെ, ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ കാർ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുകയാണ്. ഇപ്പൊ അയാൾ വേഗം തന്നെ കാറിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്താ സംഭവിച്ചെന്ന് ഇയാൾക്കൊരു പിടുത്തവുമില്ല. സഹായത്തിനായിട്ട് ചുറ്റും ആരെങ്കിലൊക്കെ കിട്ടുമെന്ന് ഒന്ന് നോക്കുന്നുണ്ട്. എന്നാൽ ഒരാളെ പോലും അവിടെ കാണാനുമില്ല. ആ നേരത്താണ് കുറച്ചപ്പുറത്തായിട്ട് ഒരു വീട് കാണുന്നത്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീടാണ്. അയാൾക്ക് പോവാൻ ചെറിയൊരു പേടിയുണ്ടെങ്കിലും ഇങ്ങനെ പെട്ടു നിൽക്കുകയല്ലേ, ഒന്ന് പോയേക്കാം എന്ന് കരുതിയിട്ട് ആ വീടിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് അതൊരു വല്ലാത്ത വീട് തന്നെ. ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്ന കോലത്തിലൊന്നുമല്ല അതിന്റെ ആ ഒരു രൂപമുള്ളത്. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് കടക്കാനുള്ള ആ ഒരു ഗേറ്റ് ഒരു വല്ലാത്ത രീതിയിലാണ് അതിന്റെ ആ ഒരു പൂട്ടല്ല ഉള്ളത്. അതിന്റെ ഉള്ളിലേക്ക് കയറാൻ അല്പം ഭയം ഉണ്ടായിരുന്നെങ്കിലും ഇയാൾ അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഓരോ അടി മുന്നോട്ടേക്ക് വെക്കുമ്പോഴും ഇയാളുടെ കൈയും കാലും വിറക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ വീടിനെ ഫുള്ളായിട്ട് നോക്കുന്ന സമയത്ത് ശരിക്കും ഒരു പ്രേതാലയം പോലെ തന്നെ അതിന്റെ ജനലുകളൊക്കെ മരത്തടി കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഫോർക്ക് അതുപോലെ തന്നെ സ്പൂണ് ഇതെല്ലാം കൂട്ടമായി വെച്ച് അവിടെ കെട്ടി തൂക്കിയിട്ടുണ്ട്. കാറ്റത്ത് അത് തമ്മിൽ അടിച്ച് ചെറിയ ചെറിയ ശബ്ദം ഉണ്ടാവുന്നുണ്ട്. ആ സമയം തന്നെ ഇയാളുടെ ഉള്ളിൽ നന്നായിട്ട് ഭയം കയറി വരുന്നുണ്ട്. എന്നാലും സഹായം ചോദിക്കാന്ന് കരുതിയിട്ട് ഉറക്കനെ വിളിക്കുകയാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ, ഒന്ന് സഹായിക്കാൻ പറ്റുമോ, എന്റെ കാറ് കേടായി പോയി. എത്ര ഉറക്കനെ വിളിച്ചിട്ടും ആരും കേൾക്കുന്നില്ല. എന്നാൽ ആ നേരത്ത് ബാക്ക് സൈഡിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് ഇയാൾ നേരെ ആ വീടിന്റെ ബാക്കിലേക്ക് പോവാണ്. ആ നേരത്ത് ഈ വീടിന്റെ ബേസ്മെന്റിന്റെ ഉള്ളിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത്. അങ്ങോട്ടേ നോക്കാനായിട്ട് ചെറിയൊരു വിൻഡോ ഉണ്ട്. അതിലൂടെ ഇയാൾ നോക്കിയ സമയത്ത് കണ്ടാൽ ഒരു സൈക്കോയെ പോലെ തോന്നിക്കുന്ന ഒരു മനുഷ്യൻ. അയാളുടെ ബെൽറ്റ് ഉപയോഗിച്ച് ആരെയോ വളരെ ക്രൂരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു ദേഷ്യം അയാൾക്ക് ഉണ്ടായിരുന്നു. ഇത് കണ്ട് ഭയന്നുകൊണ്ട് തന്നെ ഇയാൾ നേരെ പിന്നിലേക്ക് നടക്കുകയാണ്. ഇയാളുടെ കാല് നേരെ പോയി വീഴുന്നത് ഈ കാട്ടുപന്നികളൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒരു കെണിയുണ്ടല്ലോ അതിലേക്കാണ്. അതിൽ ഇയാളുടെ കാലങ്ങ് ഇറങ്ങിപ്പോയി. വേദന സഹിക്കാൻ പറ്റുന്നില്ല. അതേ നേരം തന്നെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഡോഗ് വല്ലാതെ കിടന്ന് കുരയ്ക്കാനും തുടങ്ങുകയാണ്. ഭയന്ന് വിറച്ച് ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ട്രാപ്പിൽ നിന്നും എങ്ങനെയൊക്കെയോ കാല് വിടിപ്പിച്ച് പിന്നിലേക്ക് ഒരു 2 അടി വെച്ചതേ ഓർമ്മയുള്ളൂ. ടപ്പേ എന്ന് പറഞ്ഞിട്ട് വലിയൊരു സാധനം വന്ന് ഇയാളുടെ മേത്തേക്ക് ഒരൊറ്റ അടിയാണ്. സ്പോട്ടിൽ ഔട്ടായി. കാരണം അതിലുണ്ടായിരുന്നത് അത്രയും ഷാർപ്പായിട്ടുള്ള കമ്പികളായിരുന്നു. അത് മുഴുവൻ ഈ മനുഷ്യന്റെ ദേഹത്തേക്ക് കയറി. ഇതിനുശേഷം ഇരുണ്ട് മൂടി അവിടെയുള്ള ഒരു കാർമേഘങ്ങൾ കാണിക്കുകയാണ്. അവിടെയാണ് പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ഡെവിൾസ് ഗേറ്റ്. ഈ ഗ്രാമത്തിന്റെ പേരും അത് തന്നെയാണ്, ഡെവിൾസ് ഗേറ്റ്. ഓഹാ, കേൾക്കുമ്പോ തന്നെ ചാർജ് ആകുന്നുണ്ടല്ലേ, നല്ല ത്രില്ല് തോന്നില്ലേ. നല്ല മിസ്റ്റീരിയസ് ആയിട്ടുള്ള കഥയാണ്. അതുകൊണ്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ധൈര്യമായിട്ട് കേട്ടോ. ഇതിനുശേഷം കാണിക്കുന്നത് ലാൻഡ് ചെയ്യുന്ന ചെറിയൊരു ഫ്ലൈറ്റ് ആണ് കേട്ടോ. അതായത് ഡെവിൾസ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിൽ നിന്നും കുറച്ച് അകലെയായിട്ടാണ് ഫ്ലൈറ്റ് ഇറങ്ങിയിരിക്കുന്നത്. അതിൽ നിന്നും ഒരു ലേഡി ഇറങ്ങുന്നുണ്ട്. അവരുടെ പേര് ഡാരിയ ഫ്രാൻസി എന്നാണ്. ആളൊരു പോലീസുകാരിയാണ്. അതുപോലെ തന്നെ അവരെ പിക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് ഡെപ്യൂട്ടി പോലീസ് ഓഫീസർ വന്നിട്ടുണ്ട്. ആളുടെ പേര് കോൾട്ടൻ എന്നാണ്. ഈ ഡാരിയ ഫ്രാൻസിയെ കാണാൻ നല്ല ലുക്കാണ്. അതുകൊണ്ട് തന്നെ കോൾട്ടൻ നൈസ് ആയിട്ടൊന്ന് മുട്ടാൻ നോക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഫ്രാൻസി വിചാരിച്ചതുപോലെയല്ല, ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. അങ്ങോട്ട് മുട്ടാൻ പറ്റിയ ആളൊന്നുമല്ല. മുട്ടിയാൽ മുട്ടുപൊട്ടു എന്ന് കോൾട്ടന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരോട് വളരെ റെസ്പെക്ടോടു കൂടിയാണ് കോൾട്ടൻ ബിഹേവ് ചെയ്യുന്നത്. ഡാരിയ ഫ്രാൻസി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനുശേഷം കാണിക്കുന്നത് സിനിമയുടെ ആരംഭത്തിൽ ഒരാൾ ട്രാപ്പിൽ വീണ് മരിച്ചില്ലേ, ഇപ്പൊ അങ്ങോട്ടേക്ക് വീടിന്റെ ഉടമസ്ഥന് വരുന്നുണ്ട്. അയാൾക്ക് ആ മരിച്ച ആളെ കാണുന്ന സമയത്ത് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. ഓരോന്ന് വന്ന് കേറിക്കോളെന്ന് പറയാം. ഇതിനുശേഷം വീണ്ടും നമ്മുടെ ഫ്രാൻസിയെ കാണിക്കുകയാണ്. കോൾട്ടന്റെ കൂടെ അവള് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. എത്തിയ വാർഡ് തന്നെ ചീഫ് ഓഫീസർ അദ്ദേഹം എവിടെയെന്ന് ചോദിക്കുകയാണ്. ഇതേ നേരം അവിടെ ഉണ്ടായിരുന്ന ലേഡി അവർക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. മാഡം, നിങ്ങൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യേ, അതേ ഇപ്പൊ വരും കേട്ടോ, വന്നാ പിന്നെ സംസാരിക്കാം, ഓക്കെ. അതായത് ഒരു പോലീസ് സ്റ്റേഷനിലെ ഡിസിപ്ലിനോ ഒരു അച്ചടക്കോ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. എന്തായാലും ഫ്രാൻസി പോട്ട് അവിടെ ഇരിക്കുകയാണ്. പറഞ്ഞതുപോലെ തന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇപ്പൊ അങ്ങോട്ടേക്ക് ചീഫ് പോലീസ് ഓഫീസർ വന്നിട്ടുണ്ട്. ഇയാൾ വന്ന വാർഡിന് ഇയാളുടെ കയ്യിൽ എന്തൊക്കെയോ ചോരയോ അങ്ങനെ എന്തൊക്കെയോ
ആയിരുന്നു അതെല്ലാം കഴുകുകയാണ്. എന്നിട്ട് നേരെ ഫ്രാൻസിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പിന്നീട് ഷെരീഫ് ചോദിക്കുകയാണ്, ഫ്രാൻസി പറയൂ, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഇപ്പൊ ഡാരിയ ഫ്രാൻസി പറയാണ്, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ വെച്ച് ഒരു സ്ത്രീയെ കാണാതായില്ലേ, മരിയ, അതുപോലെ തന്നെ അവരുടെ മകനായിട്ടുള്ള ജോന. അപ്പൊ അവരുടെ ആ ഒരു മിസ്സിംഗ് കേസ് അന്വേഷിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് നല്ല സംശയം അവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജാക്സൺ റിച്ചാർഡിനെയാണ്. കാരണം ഭാര്യയും മകനും കാണാതായിട്ട് അയാൾ ഇതുവരെയായിട്ട് ഒരു കംപ്ലൈന്റ് തന്നിട്ടില്ലല്ലോ. കംപ്ലൈന്റ് തന്നിരിക്കുന്നത് ഈ കാണാതായിരിക്കുന്ന മരിയയുടെ സഹോദരിയാണ്. എന്നാൽ ഇത് കേട്ട സമയത്ത് ഷെരീഫ് പറയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല കേട്ടോ. ഈ ജാക്സൺ റിച്ചാർഡ് അയാൾ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ പറയുന്നത് പോലെ ഭാര്യയും മകനെയും അയാളൊന്നും ചെയ്യാൻ സാധ്യതയില്ല. ആള് ഭയങ്കര ഡീസന്റ് ആയിട്ടുള്ള ഒരാളാണ്, ഞങ്ങൾക്ക് പരിചയമുണ്ടായ ആളെ. ഇപ്പൊ ഡാരിയ ഫ്രാൻസി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, സാറേ നിങ്ങൾ ആ കാര്യം ഇങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് അയാൾ നിരപരാധിയാണെന്ന്? അത് പിന്നെ ഞങ്ങൾ കുറെ അന്വേഷിച്ചതാണ്. പിന്നെ നിങ്ങൾ ആദ്യം പോയിട്ട് ഈ കാണാതായ മരിയ ഉണ്ടല്ലോ അവരുടെ കാറ് കണ്ടുപിടിക്കുക, അതിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ അവരെ കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. ഇപ്പൊ ഫ്രാൻസി പറയുന്നത്, സാർ ഇവിടെ വന്നത് ഞാൻ ആ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ ആ ഒരു ചീഫ് ഓഫീസർ പറയണ, മേഡം ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഈ മരിയെ കാണാതായ സമയത്തിന് ഞങ്ങൾ അന്വേഷിച്ചതാണ്, ജാക്സന്റെ വീട്ടിലേക്ക് പോയതുമാണ്. അൺയൂഷ്വൽ ആയിട്ട് ഞങ്ങൾക്കൊന്നും കാണാനും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇതാ ഈ നിൽക്കുന്ന കോൾട്ടൻ ഉണ്ടല്ലോ, ഇവന്റെ കൂടെ പഠിച്ച ആളാണ് ഈ ജാക്സൺ റിച്ചാർഡ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനെയും കാണാതായതിന്റെ പേരിൽ അദ്ദേഹത്തെ സംശയിക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് ഈ ഷെരീഫ് പറയാണ്. ഈ സമയത്ത് നമ്മുടെ ഫ്രാൻസി പറയാണ്, അല്ല നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം അയാൾ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാനായിട്ട്? ഞാൻ എന്തായാലും ഈ കേസ് അന്വേഷിക്കാനല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, ഞാൻ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്തോളാം എന്ന് പറയാം. ഇതിനുശേഷം സ്റ്റേഷൻ വിട്ട് ഫ്രാൻസി പുറത്തേക്ക് ഇറങ്ങാണ്. ഇതേ നേരം തന്നെ ഫ്രാൻസി അന്വേഷിക്കുന്ന ആ ജാക്സനെ കാണിക്കുന്നുണ്ട്. ആ ആള് മറ്റാരുമല്ല, സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ആള് തന്നെയാണ്. ഫ്രാൻസി വിചാരിച്ചതുപോലെ തന്നെ ഇയാളുടെ പിന്നിൽ എന്തൊക്കെയോ ചില രഹസ്യങ്ങളുണ്ട്. ഇപ്പൊ ആ വീടിന്റെ ഉൾഭാഗം നിങ്ങളൊന്ന് നോക്കിയേ, ഒരുപാട് ആയുധങ്ങൾ വീടിന്റെ പല ഭാഗത്തായിട്ടുണ്ട്. അതിൽ തന്നെ ഒരു വലിയ വാളെടുത്ത് അത് നന്നായിട്ട് ഈ ജാക്സൺ മൂർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ആ വാളുമായിട്ട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു ഡോറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഒരു കാരണവശാലും ആ ഡോറ് തുറക്കാതിരിക്കാനായിട്ട് അത്രയും സേഫ് ആയിട്ടാണ് ആ ഡോർ അവിടെ ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു വാള് കൊണ്ട് ആ വാതിലിട്ട് രണ്ടടിയാണ്. മിണ്ടാതിരുന്നു അവിടെ, ഒച്ചയുണ്ടാക്കിയാൽ കേറി വന്ന് വെട്ടെന്ന് പറയാണ്. അതായത് എക്സ്ട്രീംലി ഡേഞ്ചർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ ജാക്സൺ റിച്ചാർഡ്. ഇതിനുശേഷം നമ്മുടെ ഫ്രാൻസിയെ കാണിക്കുകയാണ്, കൂടെ തന്നെ കോൾട്ടനും ഉണ്ട്. രണ്ടുപേരും കൂടെ നേരെ പോകുന്നത് ഈ ജാക്സന്റെ വീട്ടിലേക്കാണ്. ഇപ്പൊ ഫ്രാൻസി അവളുടെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കോൾട്ടൻ പറയുന്നുണ്ട്, മാഡം കാറിൽ വെച്ച് സിഗരറ്റ് വലിക്കില്ലേ, എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയാം. അപ്പൊ ഫ്രാൻസി പറയുന്നത്, ഇല്ല സിഗരറ്റ് ഒന്നും വലിക്കുന്നില്ല, ഞാൻ കുറെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ സിഗരറ്റ് വലി നിർത്തിയതാണ്, എന്നാലും ഒരു ശീലം പോലെ കയ്യിൽ കൊണ്ടേ നടക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ കോൾട്ടൻ ചോദിക്കുകയാണ്, അല്ല മേഡം നിങ്ങൾ എന്തിനാണ് ഈ ഒരു കേസ് തന്നെ ചോദിച്ചു മേടിച്ചത്? ആ സമയത്താണ് ഫ്രാൻസി ആ കാര്യം പറയുന്നത്. ഈ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കേസുകൾ ഡീൽ ചെയ്യാനായിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ മരിയ കാണാതായില്ലേ, അവൾക്ക് നല്ല സംശയമുള്ളത് ഈ മരിയയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജാക്സനെയാണ്. എന്നാൽ ആദ്യം തന്നെ അയാളുടെ അടുത്തേക്ക് പോവാതെ കംപ്ലൈന്റ് തന്ന കാണാതായ മരിയയുടെ ചേച്ചിയായിട്ട് ഷേർലിയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ പോയപാട് തന്നെ ഇപ്പൊ ഫ്രാൻസി ചോദിക്കുന്നത് മരിയയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ ജാക്സനെ കുറിച്ചാണ്. ഇപ്പൊ ഷേർലി ജാക്സനെ കുറിച്ച് പറയണം, മേഡം ഒരു ഭ്രാന്ത് പിടിച്ചവനാണ്, എന്താ ഇപ്പൊ ചെയ്യാന്ന് പറയാൻ പറ്റില്ല, ഒരു പക്ക സൈക്കോപാത്ത്. ഇതേ സമയം തന്നെ ജാക്സനെ കാണിക്കുകയാണ്. നേരത്തേതുപോലെ തന്നെ എന്തോ ഒരു വെപ്പൺ അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്നും ആരോ കരയാണ്. ആ കരച്ചിൽ കേട്ടപാടിന് അയാളുടെ അടുത്തേക്ക് ആക്രോശിച്ചുകൊണ്ട് പോയിട്ട്, മിണ്ടാതിരുന്നോണം, ഒച്ച വന്ന തല ഞാൻ അറുത്തെടുക്കുന്ന പറയാണ്. എന്നാൽ ആരോടാണ് ഇവൻ ഈ പറയുന്നത്, എന്താണ് അവിടെ ചെയ്യുന്നത്, ഇതൊന്നും വ്യക്തമായിട്ട് കാണിക്കുന്നുമില്ല. ഇതിനുശേഷം ഫ്രാൻസി വീണ്ടും കാണിക്കുകയാണ്. മരിയയുടെ ചേച്ചി ഷെർലി അവനെ കുറിച്ച് വീണ്ടും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ചെറിയൊരു കാരണം മതി അവന് ദേഷ്യം വരാനായിട്ട്. ദാ നിന്റെ ഈ ഒരു സുഹൃത്തിനോട് തന്നെ ചോദിച്ചു നോക്ക്, എത്ര തവണയാണ് അവനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഫ്രാൻസി കോൾട്ടനെ നോക്കുകയാണ്. അതായത് സ്റ്റേഷനിൽ പോയപ്പോ ചീഫ് ഓഫീസറൊക്കെ എന്താ പറഞ്ഞത്, അവൻ ഭയങ്കര ഡീസന്റ് ആണ്, അതാണ് ഇതാണ് എന്നൊക്കെ. എന്നാൽ എന്തിനാണ് ഇവരെല്ലാവരും ഈ ജാക്സനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത്? ഇതേ നേരം തന്നെ കോൾട്ടൻ പറയണം, മേഡം അത് പിന്നെ വലിയ വലിയ കേസൊന്നുമല്ല, ഈ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് അതുപോലെ തന്നെ ചെറിയ ചെറിയ അടിപിടി കേസ് അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ചീഫ് പറഞ്ഞല്ലോ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, എന്നാൽ അവനുമായിട്ട് ഇപ്പൊ വലിയ ബന്ധമൊന്നുമില്ല മേഡം. പിന്നീട് ഫ്രാൻസി വീണ്ടും ഷെർലിയോട് ചില കാര്യങ്ങൾ ചോദിക്കണം. അതായത് എങ്ങനെയാണ് ഈ മരിയയും അതുപോലെ തന്നെ ജാക്സനും പരിചയപ്പെട്ടത്? മേഡം അവര് രണ്ടുപേരും ലവ് മാരേജ് ആയിരുന്നു, കണ്ടിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. പക്ഷെ മരിയ പലതവണ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവന്റെ സ്വഭാവത്തിൽ എന്തോ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതായത് കുറച്ച് കൂടുതൽ വിശ്വാസിയായി മാറി. അതുപോലെ തന്നെ അവൾ 6 തവണയോളം പ്രഗ്നന്റ് ആയി, അത് അബോർഷനായി പോയിട്ടുണ്ടായിരുന്നു. 7ാമത്തെ തവണയാണ് മകനായിട്ടുള്ള ജോനയെ കിട്ടിയത് തന്നെ. അത് ദൈവത്തിന്റെ വരദാനമാണ് എന്നൊക്കെയാണ് അവൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ദൈവവിശ്വാസിയാണ്. മാത്രമല്ല മരിയെ കാണാതാകുന്നതിന് മുന്നേ തന്നെ അവൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് എന്നോട് പറഞ്ഞതാണ്. പക്ഷെ എന്തോ ജോനിക്ക് വയ്യാതാകുവോ അങ്ങനെ എന്തോ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. എന്തായാലും അവര് വന്നാൽ കിടക്കുന്ന റൂം ഏതാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇപ്പൊ ഫ്രാൻസി പറയാണ്. നേരെ അങ്ങോട്ടേക്ക് ഷെർലി ഇവരെ കൊണ്ടുപോകാണ് കേട്ടോ. അതായത് ഒരു വലിയ റൂം, അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കുഞ്ഞു റൂം, അതിന്റെ ഉള്ളിലാണ് പയ്യനായിട്ടുള്ള ജോന വന്നാൽ നിൽക്കാറ്. ആ റൂമിന്റെ ഉള്ളിൽ പോയിട്ട് പരിശോധിക്കുമ്പോൾ ജോനയുടെ ഒരു ഡ്രോയിങ് ബുക്ക് ഇപ്പൊ ഫ്രാൻസിക്ക് കിട്ടുന്നുണ്ട്. അവളത് തുറന്നു നോക്കിയ സമയത്ത് ശരിക്കും ഷോക്കായി പോവാണ്. ഒരു 6-7 വയസ്സുള്ള ഒരു കുട്ടിയുടെ പുസ്തകം. അതിൽ എങ്ങനെയായിരുന്നു അറിയോ, ചെകുത്താന്റെ രൂപമുള്ള കറുത്ത രൂപമുള്ള ഒരു മനുഷ്യൻ അങ്ങനെ വരച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പല്ലും നഖവുമായിട്ട് എന്തൊക്കെയൊക്കെയോ വികൃതമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ. ശരിക്കും ഒരു കുട്ടി ഒരിക്കലും വരക്കാൻ പാടില്ലാത്ത അങ്ങനെയുള്ള കുറെ അധികം ചിത്രങ്ങൾ. ആരും കാണാതെ ആ ഒരു പുസ്തകം ഫ്രാൻസി
ഫ്രാൻസി ഇപ്പോൾ അവളുടെ കോട്ടിലേക്ക് വെക്കുകയാണ്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് മരിയയുടെ, അതായത് ഷേർലിയുടെയും അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു സ്ത്രീ പറയാണ്, മേഡം ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും എന്റെ മോളൊന്ന് കണ്ടുപിടിക്കുക, അവനൊക്കെ പ്രാന്താണ്. എന്റെ മോളും പേരക്കുട്ടി എങ്ങാനും അവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവിന് പോലും ശാന്തി കിട്ടില്ല മേഡം, അങ്ങനെ ഒരു സ്ഥലമാണത്. ഇപ്പൊ ആ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീയെ ഫ്രാൻസി സമാധാനിപ്പിക്കുകയാണ്, നമുക്ക് എന്തായാലും അവരെ കണ്ടുപിടിക്കാം. ഇതിനുശേഷം ഫ്രാൻസി ഇപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ കോൾട്ടനോട് പറയുന്നുണ്ട്, എനിക്ക് ഇപ്പൊ അവനെ കാണണം, ജാക്സനെ കാണണം. എന്നാൽ മേഡം ഇപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, ചീഫ് പറഞ്ഞല്ലേ പോകണ്ടെന്ന്. മാത്രമല്ല ഒരു 3 ദിവസം മുന്നേ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതാ, അൺയൂഷ്വലായിട്ട് ഞങ്ങളൊന്നും അവിടെ കണ്ടിട്ടില്ല മേഡം. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഫ്രാൻസി അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പുസ്തകം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ കണ്ടോ, അയാളുടെ മകൻ വരച്ച ചിത്രമാണിത്. ആ പ്രായത്തിലുള്ള ഒരു കുട്ടി ഇങ്ങനെയൊക്കെ വരയ്ക്കണമെങ്കിൽ അവിടെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളില്ലേ, ഇതിൽ നിനക്കൊന്നും അൺയൂഷ്വലായിട്ട് തോന്നില്ലേ കോൾട്ടൻ? ഇത് കണ്ടപ്പോ കോൾട്ടനും തോന്നുകയാണ്, ശരിയാണല്ലോ, എന്തായാലും പിന്നെ അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ ഡെവിൾസ് ഗേറ്റ് എന്ന് പേരുള്ള ആ മരുഭൂമിയിലേക്ക് ഇവര് രണ്ടുപേരും ഇപ്പൊ പോവുകയാണ്. കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോ കോൾട്ടൻ എന്തോ ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട്. അവൻ പറയണം, മേഡം നമുക്ക് മുന്നോട്ടേക്ക് പോകണം. അപ്പൊ ഒറ്റയടിക്ക് ഫ്രാൻസി പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ കോൾട്ടൻ നീ ഇവിടെ ഇറങ്ങുക, നീ തിരിച്ചു പോവാ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളൂ എന്ന് പറയണം. ഒരു കാര്യത്തിന് ഞാൻ ഇറങ്ങി തിരിച്ചാൽ അതിന്റെ അറ്റം കണ്ടേ ഞാൻ മടങ്ങി വരുള്ളൂ എന്ന് പറയണം. എന്നാൽ ശരി മേഡം നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ ആ മരുഭൂമിയിലേക്ക് പോകുന്നുണ്ട്. കുറെ ദൂരം പോയ സമയത്ത് റോഡരികിൽ ഒരു കാറ് കാണുന്നുണ്ട്. അവരുടെ വണ്ടി സൈഡാക്കിയിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. ആ കാറിൽ ആരും ഉണ്ടായിരുന്നില്ല, അത് ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണ്. ആ കാർ അത് ആരുടേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സിനിമയുടെ ആരംഭത്തിൽ ജാക്സന്റെ വീട്ടിലേക്ക് വന്ന് ഒരാൾ മരിച്ചില്ലേ, അയാളുടെ കാർ തന്നെ. എന്തായാലും ഈ കാറിന്റെ തൊട്ടടുത്ത് തന്നെയാണല്ലോ ജാക്സന്റെ വീട്. അങ്ങോട്ടേക്ക് ഇപ്പോൾ കോൾട്ടനും അതുപോലെ തന്നെ ഫാൻസിയും പോവാണ്. വീട് കണ്ടപ്പോ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹൊറർ വൈബ് എന്തൊക്കെയോ നടക്കുന്നത് പോലെ, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള വീട്. അപ്പൊ ആ ഒരു വീട് പുറത്തുനിന്ന് കണ്ടപാട് തന്നെ ഫ്രാൻസി കോൾട്ടനോട് ചോദിക്കുന്നുണ്ട്, അല്ല കോൾട്ട, ഈ വീട് കണ്ടിട്ട് നിനക്ക് ഒന്നും തോന്നുന്നില്ല അല്ലെ? ഇപ്പൊ കോൾട്ടൻ അത്ഭുതത്തിൽ പറയണം, മേഡം ഒരു 3 ദിവസം മുന്നേ വരെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, തികച്ചും നോർമൽ ആയിരുന്നു ആ സമയത്ത് ഈ വീട്. ഇപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കൊല മാറിയത് എനിക്കറിയില്ല, എന്തായാലും നീ അവനെ വിളിക്കുന്നു പറയണം. കോൾട്ടൻ അവിടെ പോയിട്ട് ജാക്സനെ വിളിക്കുന്നുണ്ട് കേട്ടോ. മുകളിലുണ്ടായിരുന്ന ജാക്സൺ ഇത് കാണുന്നുണ്ടെങ്കിലും അവൻ തിരിച്ചു മറുപടി ഒന്നും പറയുന്നില്ല. ഇപ്പൊ ഫ്രാൻസി പറയണം, എന്തായാലും അവൻ പുറത്തേക്ക് വരില്ല, വാ നമുക്ക് കയറി നോക്കാന്ന് പറയണം. അതിനു മുന്നേ ചുറ്റുഭാഗം നീ ഒന്ന് പരിശോധിക്കും, ഞാൻ ആ ഗാരേജിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് നേരെ ഫ്രാൻസി ആ ഗാരേജിന്റെ ഉള്ളിൽ പോവാണ്. അതിന്റെ ഉള്ളിൽ പോയി നോക്കിയ സമയത്ത് പലതരം വെപ്പൺസ്, പലതരം എക്യുപ്മെന്റ്സ് ഇതെല്ലാം അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ ഫ്രാൻസിയെ ഞെട്ടിച്ച കാര്യം എന്താ വെച്ചാൽ, കാണാതായ മരിയുണ്ടല്ലോ, അവളുടെ കാറും ഇവിടെ ഉണ്ടായിരുന്നു. ആരും കാണാതിരിക്കാൻ വേണ്ടി ഒരു ടാർപ്പായി വെച്ച് അത് പൊത്തി വെച്ചിരിക്കുകയാണ്. ഏകദേശം ഇപ്പോ ഫ്രാൻസിക്ക് കൺഫേം ആയി, അവളെ കാണാതായതിന്റെ പിന്നിൽ ഈ ജാക്സൺ തന്നെയാണ്. ഇതേ നേരം ഒരു ഗണ്ണുമായിട്ട് അങ്ങോട്ടേക്ക് വന്ന ഈ ജാക്സൺ ഫ്രാൻസിയെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് ഇവിടുന്ന് കടക്ക് പുറത്തെന്ന് പറയണം. എന്നാൽ അതേ നേരം തന്നെ ഫ്രാൻസി പറയുന്നുണ്ട്, ജാക്സൺ നീ ഇവിടെ വെച്ച് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാവും, ഞാനൊരു പോലീസ് ഓഫീസറാണ്, സത്യം പറ മരിയ എവിടെ? ഇതേ നേരം അതിനൊന്നും മറുപടി കൊടുക്കാതെ ജാക്സൺ പറയണം, മേഡം ഞാൻ പറയുന്നത് ആദ്യം നിങ്ങൾ കേൾക്ക്, മര്യാദക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു പറയണം. ഗൺ പോയിന്റിൽ തന്നെ അവനിപ്പോ ഫ്രാൻസിയെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇത് കണ്ട് കോൾട്ടൻ പറയാണ്, ജാക്സ അബദ്ധമൊന്നും കാണിക്കാൻ നിൽക്കേണ്ട, അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഒരു പാട തന്നെ വരും, നിന്റെ ഈ വീട് തന്നെ അടിച്ച് പൊളിക്കുക അവര്. ഇപ്പൊ ജാക്സന്റെ ശ്രദ്ധ ഒന്ന് അങ്ങോട്ടേക്ക് മാറിയല്ലോ. അപ്പൊ തന്നെ നമ്മുടെ ഫ്രാൻസി എന്ത് ചെയ്യുന്ന പറയാം, അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഗണ്ണ് അവളുടെ കൈ കൊണ്ട് ഒരു ഒറ്റ തട്ടാണ് അവനെ മറിച്ചങ്ങോട്ട് അടിക്കുന്നുണ്ട്. പിന്നീട് അവനെ ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. കോൾട്ടനോട് അപ്പൊ തന്നെ അവനെ ഹാൻഡ് കഫ് അണിയിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, പറയടാ എവിടെയാണ് നിന്റെ ഭാര്യയും കുഞ്ഞും, നീ അവരെ എന്താ ചെയ്തത്? ഇപ്പൊ ജാക്സൺ പറയുന്നത്, മേഡം ഞാൻ അവരൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ പിന്നെ അവളുടെ കാർ എങ്ങനെയാണ് ഇവിടെ വന്നത്? അത് പിന്നെ മേഡം അവൾ ആ ഒരു കാർ ഇവിടെ വെച്ചിട്ട് പോയതാണ്. ആ കാർ ഇവിടെ വെച്ച് പോയല്ലേ? കാർ ഇവിടെ വെച്ചിട്ട് ദാ ഈ കാണുന്ന ഈ മരുഭൂമി പോലുള്ള ഈ സ്ഥലത്തൂടെ അവള് നടന്നു പോയല്ലേ? നീ പറയുന്ന ഈ കാര്യം ഞാൻ വിശ്വസിക്കണല്ലേ? ഇതേ നേരം തന്നെ അവന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നായ വല്ലാതെ കുരയ്ക്കുന്നുണ്ട്. എന്നാൽ പിന്നെ വീട്ടിന്റെ ഉള്ളിലൊന്ന് പോയി നോക്കാന്ന് കരുതിയിട്ട് ഫ്രാൻസി നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. ആ സമയത്ത് കോൾട്ടനോട് ജാക്സൺ പറയുന്നുണ്ട്, പ്ലീസ് അവളോടൊന്ന് പറ, ഉള്ളിലേക്ക് പോവല്ലേ, പോയി കഴിഞ്ഞാൽ അത് വലിയ വിഷയമാകും. എന്നാൽ അതൊന്നും കേൾക്കാതെ ഫ്രാൻസി നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവിടെ ഒരു വലിയ ത്രെഡ് കാണുന്നുണ്ട്. അതിലെങ്ങാനും അവൾ ചവിട്ടിയായിരുന്നെങ്കിൽ തൊട്ട് താഴെ ഉണ്ടായിരുന്ന ഒരു അമ്പും വില്ലുണ്ട്, അത് അവളുടെ കാലിൽ തുളച്ച് കയറിയേനെ. അപ്പൊ തന്നെ ഫ്രാൻസിക്ക് തോന്നുകയാണ്, ഇവൻ എന്ത് ഇവിടെ ചെയ്യുന്നത്? എന്തായാലും അതിനുശേഷം വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഫോട്ടോയും ഫ്രെയിംസും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പൊ തന്നെ ഫ്രാൻസിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവനും ഇവന്റെ കുടുംബമൊക്കെ ഭയങ്കര ഓർത്തഡോക്സ് ആണ്, മതവിശ്വാസികളാണ്, അതായത് ഒരു തരം പുരോഹിതന്മാരെ പോലെയാണ്. പിന്നീട് മേലേക്ക് പോയി നോക്കുകയാണ്, അവിടെ അൺയൂഷ്വൽ ആയിട്ടൊന്നും കാണുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അവളെ മേലുദ്യോഗസ്ഥനെ വാക്കി ടോക്കിയിലൂടെ അറിയിക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷം നേരെ വീടിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോവാണ്. അവിടെ എത്തിയപ്പോഴാണ് ഫ്രാൻസി ശരിക്കും ഞെട്ടിപ്പോയത് കേട്ടോ. അതായത് ആയുധങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ അവിടെ ഉണ്ടായിരുന്നു, അതും പലതരത്തിലുള്ള പലജാതി ആയുധങ്ങൾ. അതുപോലെ അവിടെ ആ ഒരു ഡോറ് കൂടെ ഫ്രാൻസി കാണുന്നുണ്ട്. അതായത് ഒരിക്കലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ലോക്ക് ചെയ്തു വെച്ച ആ ഡോറ്. എന്തായാലും ഫ്രാൻസി പോയിട്ട് ആ ഡോറ് തുറക്കുകയാണ്. താഴേക്ക് ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട്. പതിയെ അവൾ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടെ ഒരു ഷെയ്ക്ക്, അതായത് ഒരു വൈബ്രേഷൻ പോലെ അവൾക്ക് ഫീൽ ആവുകയാണ്. അതേ നേരം തന്നെ കറണ്ട് പോകുന്നുണ്ട്. ഫുള്ളായിട്ട് ഇരുട്ടായി. അപ്പൊ അവിടെ കണ്ട ഒരു റാന്തലിന്റെ വിളക്ക് അത് ഓണാക്കി അവിടെ മുഴുവനായിട്ടും അവള് ചെക്ക് ചെയ്യാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഫ്രാൻസി കാണുന്നത് കേട്ടോ. അതായത് ഒരു കൂട്, ആ കൂട്ടിന്റെ ഉള്ളിൽ എന്താ പറയാ, കുഴാന്ന് കിടക്കുന്ന ഒരു
പ്രത്യേക സാധനം. അവൾക്ക് മനസ്സിലാവുന്നില്ല അവൾ എന്താ ഈ കാണുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഒരു കമ്പെടുത്ത് അതിലേക്ക് കുത്തി നോക്കിയപ്പോൾ അതിനുള്ളിൽ നിന്ന് പുഴുക്കളെ പോലെ എന്തൊക്കെയോ ഇങ്ങനെ പുറത്തേക്ക് വന്ന് ആ വടിയിൽ ചുറ്റിപ്പിടിക്കുകയാണ്. ഇത് കണ്ട് ഭയന്ന് അവൾ പിന്നിലേക്ക് വീണപ്പോൾ അവിടെ മറ്റൊരു കൂടുണ്ടായിരുന്നു. ആ കൂട്ടിന്റെ ഉള്ളിലെ കാര്യം കണ്ടാണ് വീണ്ടും അവൾ ഭയങ്കരമായിട്ട് ഷോക്കായി പോകുന്നത്. ഒരു പ്രത്യേകതരം മൃഗം. ഇതുവരെയായിട്ടും അങ്ങനെയൊന്നിനെ അവൾ കണ്ടിട്ടേ ഇല്ല കേട്ടോ. എന്തായാലും ഇത് കണ്ട പാട് തന്നെ ആ വീട് വിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വന്ന പാട് തന്നെ ജാക്സണോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇവിടെ കാണിക്കുന്നത്? നീ ആ താഴെ പൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ എന്താണ്? ഇപ്പൊ ജാക്സൺ പറയണം, മേഡം അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊരു ചെകുത്താനാണ്, അല്ലെങ്കിൽ ഒരു മാലാഖയാണെന്ന് വിചാരിച്ചോ. നിങ്ങൾ കരുതുന്ന പോലെ നല്ല വെള്ള നിറമുള്ള കാണാൻ നല്ല ഭംഗിയുള്ള മാലാഖമാരൊന്നുമല്ല. അവരെക്കാൾ വികൃതരായിട്ടുള്ള മാലാഖമാരുണ്ട്. അതുപോലെ ഒരെണ്ണാണിത്. ഇത് കേട്ട സമയത്ത് ഫ്രാൻസി പറയണം, നിനക്കെന്താ പ്രാന്താണോ? നീ പറയുന്ന ഈ വട്ടൊക്കെ ഞാൻ കേട്ട് വിശ്വസിക്കണം. ഇപ്പൊ ജാക്സൺ പറയണം, എന്നാ മേഡം തന്നെ പറ, നിങ്ങൾ അവിടെ കണ്ട ആ ഒരു കാര്യം അതെന്താണ്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതെന്തെങ്കിലും ഒരു മൃഗമാണെന്ന്? ഫ്രാൻസി അപ്പൊ തന്നെ കോൾട്ടനോട് പറയണേ, എന്തായാലും ഒരു കാര്യം ചെയ്യും, ഇവനെ വണ്ടിയിലേക്ക് കയറ്റി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന്. അപ്പൊ ഈ ജാക്സൺ ചോദിക്കണം, മേഡം നിങ്ങൾക്ക് എന്ത് തെളിവ് കിട്ടിയിട്ട് എന്നെ ഇവിടുന്ന് കൊണ്ടുവന്നത്? എന്തിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? എന്തിന്റെ പേരിലാണോ? ഞാൻ ഇവിടെ വന്ന സമയത്ത് നീ എന്നെ ഗൺ പോയിന്റിൽ നിർത്തിയില്ലേ? ഞാനൊരു പോലീസ് ഓഫീസറാ. സോ അതിന്റെ പേരിലാണ് ഞങ്ങളിപ്പോ നിന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അവന് കാറിന്റെ ബേക്കിൽ കൊണ്ടിരുത്തി. ഇതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വാക്കി ടോക്കി വർക്ക് ആവുന്നില്ല. ഫോണിലാണെങ്കിൽ ഒരു തരി സിഗ്നലും ഇല്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, വണ്ടി എടുത്ത് പോകാന്ന് കരുതിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഇപ്പൊ പിറകിലുണ്ടായിരുന്ന ജാക്സൺ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, മേഡം നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ആവാൻ പോകുന്നില്ല. ഒരു കാര്യം ചെയ്യ്, എന്റെ ഈ കെട്ടുകളൊന്നും അഴിച്ചതാ. എന്നാൽ അതൊന്നും മൈൻഡ് ആക്കാതെ ഫ്രാൻസി നേരെ പോയിട്ട് വണ്ടിയുടെ ബോണറ്റൊക്കെ ഒന്ന് തുറന്നു നോക്കുകയാണ്, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന്. കംപ്ലൈന്റ് ഒന്നുമില്ല. എന്നിട്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഉള്ളിൽ മരിയയുടെ കാർ ഉണ്ടല്ലോ ആ ഗാരേജില്, അത് പോയിട്ട് ഓണാക്കാൻ നോക്കുമ്പോൾ അതും ഓൺ ആവുന്നില്ല. ഈ സമയത്താണ് ആ അന്തരീക്ഷം ആകെ മാറി മറിയാണ്. ഫുള്ളായിട്ട് ഇരുട്ട് മൂടുന്നുണ്ട്. മേലെ കാർമേഘങ്ങൾ വട്ടമിട്ട് ഒരു പ്രത്യേക രീതിയിൽ അതിന്റെ ഷേപ്പ് മാറുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം അവിടെ സംഭവിക്കുന്നത്. ഒരുപാട് ഇടിമിന്നൽ അതവിടെ വന്ന് പതിക്കുകയാണ്. ഇത് കണ്ട പാടനെ ജാക്സൺ ഇവരോട് ഉറക്കനെ പറയുന്നുണ്ട്, മേഡം എത്രയും പെട്ടെന്ന് നിങ്ങൾ വീടിന്റെ ഉള്ളിലേക്ക് പോകും, എന്നെയും ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു അറിയാം. അതൊന്നും പറ്റില്ല എന്ന് ഫ്രാൻസി പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ തന്നെ അവര് വന്ന ആ ഒരു കാറിൽ ഒരു ഇടിമിന്നൽ വന്ന് വീഴുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ കോൾട്ടനോട് വേഗം വീട്ടിന്റെ ഉള്ളിലേക്ക് ഓടി കയറാൻ ഫ്രാൻസി പറയാണ്. അതിന്റെ പിന്നാലെ ഇപ്പോൾ ഫ്രാൻസി അതുപോലെ തന്നെ ജാക്സൺ അവരിങ്ങനെ പോകുന്ന സമയത്ത് കോൾട്ടനോട് ജാക്സൺ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, ആ ഡോറിലേക്ക് നോക്കി കയറുന്നു. എന്നാൽ ഭയം കാരണം അവൻ ഓടി കയറിയപ്പോ നേരത്തെ ഫ്രാൻസിയുടെ കാലിൽ തട്ടാത്ത ആ അമ്പുണ്ടല്ലോ അത് അവന്റെ കാലിലേക്ക് തുളച്ചു കയറുകയാണ്. കാരണം അവൻ ആ ഒരു ത്രെഡിൽ ചവിട്ടിയായിരുന്നു. കാലിൽ അമ്പ് കയറിയിട്ട് നടക്കാൻ പോലും കഴിയാതെ അവൻ അവിടെ തന്നെ വീഴാണ്. പെട്ടെന്ന് തന്നെ ഫ്രാൻസി ഓടി ഉള്ളിലേക്ക് വന്ന് അവന് വലിച്ചൊരു വിധത്തിൽ ഉള്ളിലേക്ക് കയറ്റി. അതുപോലെ തന്നെ ഈ ജാക്സനെയും ഉള്ളിലാക്കുകയാണ്. എന്നിട്ട് ജാക്സനോട് ചോദിക്കുകയാണ്, എന്താടാ ഇവിടെ നടക്കുന്നത്? അപ്പൊ ജാക്സൺ പറയണം, മേഡം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഫ്രാൻസി നേരെ പോകുന്നത് കോൾട്ടന്റെ അടുത്തേക്കാണ്. അവൻ്റെ അടുത്ത് പറയണത്, നീ പേടിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോകാം. പക്ഷെ മേഡം നമ്മൾ എങ്ങനെ പോകുന്ന കോൾട്ടൻ ചോദിക്കുന്നത്. ഇതിനിടയിൽ ഫ്രാൻസി കോൾട്ടനോട് ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് ഇടിമിന്നലൊക്കെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊന്നും ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു വല്ലാത്തൊരു ഹൊറിഫിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതിലുപരി ആ ഇടിമിന്നൽ ഇടിക്കുന്ന സമയത്ത് അവിടെ ഒരു വെള്ള രൂപത്തെ ഞാൻ കണ്ടു എന്ന് പറയാണ്. ഇത് കേട്ടപാട് തന്നെ ജാക്സൺ നേരെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. അതായത് ഫ്രാൻസി എന്തോ ഒരു വെള്ള രൂപത്തിനെ കണ്ടു എന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ടാണ് അവൻ പുറത്തേക്ക് നോക്കിയത്. പുറത്തേക്ക് നോക്കിയ ജാക്സൺ ഉറക്കാനെ നിലവിളിക്കാണ്, മരിയാ എന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടപാട് തന്നെ ഫ്രാൻസി പറയണത്, നീ വെറുതെ അഭിനയിക്കാൻ നിൽക്കണ്ട, നീ ഇപ്പൊ എന്ത് നാടകം കളിച്ചാലും നീ പറയുന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറയണം. അപ്പൊ തന്നെ ഫ്രാൻസി വിളിച്ച് ജാക്സൺ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഈ ഇടിമിന്നൽ അവിടെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വെളിച്ചത്തിൽ നഗ്നയായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഫ്രാൻസി ഒന്നും നോക്കിയില്ല, ഇവനെയും കൂട്ടി നേരെ പുറത്തേക്ക് ഓടുകയാണ്. അത് തന്നെയായിരുന്നു ഇവര് തേടി വന്ന മരിയ. കാണാതായി എന്ന് പറഞ്ഞ ആ മരിയ തന്നെ ജാക്സന്റെ ഭാര്യ. എന്തായാലും അവളുടെ അടുത്തേക്ക് ഇവര് രണ്ടുപേരും വന്നു കേട്ടോ. ശരിക്കും ഫ്രാൻസി ആകെ ഞെട്ടിപ്പോവാണ്. അതായത് അവള് വിചാരിച്ചത് ജാക്സൺ ആണ് മരിയ എന്തോ ചെയ്തത്. സോ ആ കാര്യം അന്വേഷിക്കാനാണ് ഫ്രാൻസി ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ തലകീഴായി മറിഞ്ഞിരിക്കുക. എന്തായാലും അവന്റെ വിലങ്ങുകൾ വേഗം തന്നെ ഫ്രാൻസി അഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് മരിയ എടുത്തുകൊണ്ട് ഇവര് നേരെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അവളുടെ ദേഹത്ത് വസ്ത്രമൊന്നും ഇല്ലായിരുന്നല്ലോ, വേഗം വസ്ത്രം അണിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ കോൾട്ടൻ വന്നിട്ട് അവന്റെ കയ്യിൽ വീണ്ടും വിലങ്ങണിയിക്കുകയാണ്. ഫ്രാൻസി പറഞ്ഞിട്ടാണ് വിലങ്ങണിയിക്കുന്നത്. അപ്പോഴും ബോധമില്ലാതെ എടുക്കാണ് മരിയ. ഇപ്പൊ എങ്ങനെയൊക്കെയോ മരിയ ഇവൻ വിളിച്ചുണർത്തുന്നുണ്ട്. എന്നാൽ ബോധം വന്ന പാടിനെ മരിയ ഈ ജാക്സനെ നോക്കിയിട്ട് ചൂടാവാൻ തുടങ്ങുകയാണ്. എവിടെടാ എന്റെ മോന്, നീ കാരണമാണ് അവൻ എനിക്ക് നഷ്ടമായത്. ഇത് പറഞ്ഞ് അവള് വല്ലാതെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഫ്രാൻസി ചോദിക്കുകയാണ്, സത്യം പറ, ഇവിടെ എന്താ ഈ നടക്കുന്നത്? ഈ നേരത്തെ ജാക്സൺ പറയണം, മേഡം ഞാൻ തന്നെ പറയാം ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനും ഇവളും കൂടെ നേരെ അവളുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഞങ്ങളുടെ മകൻ ജോനിക്ക് തീരെ സുഖമില്ലാതായത്. ഇതുവരെയായിട്ടും കാണാത്ത രീതിയിൽ ഒരു വല്ലാത്ത പനിയായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. എന്നാൽ മരി ഒരുപാട് പറഞ്ഞിട്ടും ജാക്സൺ മകനെ ഹോസ്പിറ്റലിലേക്കല്ല കൊണ്ടുപോയത്. പകരം പുറത്തൊരു കല്ലുണ്ടായിരുന്നു. ആ കല്ലിന്റെ ഭാഗത്തേക്ക് മകനെ കൊണ്ടുപോയി അതിൽ അവനെ കെടുത്തി എന്തൊക്കെയോ ചില മന്ത്രങ്ങൾ ചൊല്ലുകയാണ് ചെയ്തത്. പെട്ടെന്നാണ് ആകാശത്തിൽ നിന്ന് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ബീം താഴേക്ക് വന്നത്. ആ ലൈറ്റ്
അവിടേക്ക് വന്നതോട് കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ജോനെ കാണാതായി. ഇത് സംഭവിക്കുമെന്ന് ജാക്സന് നന്നായിട്ട് അറിയായിരുന്നു. എന്നാൽ അവൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം എന്താ വെച്ചാൽ അവന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന അവന്റെ ഭാര്യയും ആ ഒരു ലൈറ്റ് മുകളിലേക്ക് കൊണ്ടുപോവാണ്. അത് അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. അപ്പൊ തന്നെ ആ ലൈറ്റിന്റെ ഉള്ളിലേക്ക് ഈ ജാക്സൺ കൈയിട്ട് അവന്റെ കയ്യിൽ പിടുത്തം കിട്ടിയ ഒരു സാധനത്തിനെ അവൻ പുറത്തേക്ക് വലിച്ചിട്ടു. ആ സാധനത്തിന് അവൻ പിന്നീട് ബേസ്മെന്റിലെ കൂട്ടിൽ കൊണ്ടുപോയിട്ട് അടച്ചിട്ടു. അതിനെയാണ് നേരത്തെ ഫ്രാൻസി കണ്ടത്. തന്റെ ഭാര്യയും മകനെയും മുകളിലുള്ള ആരോ വന്ന് കൊണ്ടുപോയില്ലേ, അവരെ തിരിച്ചു തന്നാലേ അവരുടെ കൂട്ടത്തിൽ ഇവനെ ഞാൻ തിരിച്ചു കൊടുക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവനിവിടെ പൂട്ടിട്ടിരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ കാര്യമൊന്നും കേട്ടിട്ട് ഫ്രാൻസിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവള് ചോദിക്കുകയാണ്, ഇതൊക്കെ ആരാണ് ആ വെള്ള ലൈറ്റ് മുകളിൽ നിന്ന് താഴെ കടിച്ചത്? അത് പിന്നെ മേഡം, ഞങ്ങൾ വർഷങ്ങളായിട്ട്, എന്റെ കുടുംബം ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ അവരെയാണ് ആരാധിക്കുന്നത്. എന്റെ അച്ഛന്റെ അച്ഛൻ, മുതുമുത്തശ്ശന്മാര് എല്ലാവരും ഇവരെയാണ് ആരാധിച്ചു പോകുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഡെവിൾസ് ഗേറ്റ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്ക്, ആരും വരാത്ത ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നതും. ഒരു ദിവസം അച്ഛന്റെ കൂടെ ഞാൻ അവരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഫ്രാൻസി ചോദിക്കുകയാണ്, ആരാണ് ഈ അവര്? ആരെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? അത് പിന്നെ മേഡം, അവർ ആകാശത്തിൽ നിന്നാണ് വന്നത്. കുറെ കാലമായിട്ട് അവർ അവിടെ തന്നെ ഉണ്ട് എന്ന് പറയണം. ഇതേ നേരം താഴെ ആ ഒരു കൂട്ടിൽ പൂട്ടിയിട്ട് ആ ഒരു ജീവി ഉണ്ടല്ലോ, അത് വല്ലാതെ ശബ്ദം ഉണ്ടാക്കുകയാണ്. ഇപ്പൊ ജാക്സൺ നേരെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അതിനോട് മിണ്ടാതിരിക്കുന്നത് വളരെ റഫായിട്ട് പറയാണ്. ഇത് കേട്ട് പേടിച്ചു പോയ ആ ഒരു ജീവിയാണെങ്കിൽ അതിന് തലയിൽ കൈ വെച്ചുകൊണ്ട് പേടിച്ചരണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ നേരം മുകളിലൂടെ ആരോ നടക്കുന്ന ശബ്ദം ജാക്സൺ കേൾക്കുകയാണ്. അപ്പൊ തന്നെ ഫ്രാൻസിയോട് പറയുന്നുണ്ട്, മേഡം നമ്മൾ എത്രയും പെട്ടെന്ന് പോയിട്ട് ആ ഒരു ജനറേറ്റർ ഓൺ ആക്കണം, അല്ലാതെ ഒരു രക്ഷയില്ല എന്ന് പറയണം. അല്ല, ഇപ്പൊ എന്തിനാണ് ആ ഒരു ജനറേറ്റർ ഓൺ ആക്കുന്നത്? അത് പിന്നെ മേഡം, അത് ഓൺ ആക്കിയാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും പ്രൊട്ടക്ഷൻ ഉള്ളൂ. എന്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ? അത് പിന്നെ മേഡം, ഞാൻ പിന്നെ പറയാം. ഞാൻ ആദ്യം പോയിട്ട് ആ ഒരു ജനറേറ്റർ ഓൺ ആകട്ടെ. എന്തായാലും ഇപ്പൊ ജാക്സന്റെ കൂടെ കോൾട്ടന് മുകളിലേക്ക് പോവാണ്. അവർ വേഗം മുകളിലേക്ക് പോയിട്ട് കഷ്ടപ്പെട്ട് അവസാനം ആ ഒരു ജനറേറ്റർ അത് ഓൺ ആക്കി എടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന കാടിന്റെ ഉള്ളിൽ വെച്ച് എന്തൊക്കെയോ ചില ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് തന്നെ ഈ കോൾട്ടൻ നോക്കി നിൽക്കുകയാണ്. രണ്ടടി കാലെടുത്ത് വെക്കുന്നുണ്ട് അതെന്താണെന്ന് നോക്കാൻ വേണ്ടി. അപ്പൊ തന്നെ ഇപ്പൊ ജാക്സൺ വന്ന് അവനെ പിടിച്ച് വാ, നമുക്ക് ഉള്ളിലേക്ക് പോവാന്ന് പറയണം. ഈ സമയത്ത് മരിയും അതുപോലെ തന്നെ ഫ്രാൻസിയും ബേസ്മെന്റിലാണല്ലോ. അവരിങ്ങനെ അവർക്കും കേൾക്കാൻ പറ്റുന്ന ഒരു ശബ്ദം. അപ്പൊ അവരിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ആ കോട്ടിലുണ്ടായിരുന്ന ജീവി വന്നിട്ട് പതിയെ ഫ്രാൻസിയുടെ ഷോൾഡറിൽ കൈവെക്കാണ്. അവള് പെട്ടെന്ന് തന്നെ അത് തട്ടി മാറ്റുകയാണ്. എന്നാൽ സത്യം പറഞ്ഞാൽ മറ്റൊരെണ്ണം കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഫ്രാൻസിയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രമാണ് അത് അവളുടെ ഷോൾഡറിൽ കൈവച്ചത്. ഫ്രാൻസി ഇപ്പൊ എന്തായാലും ആ ഒരു രൂപത്തിനെ തൊട്ടടുത്ത് വെച്ച് കാണുന്നത്. ഞെട്ടിപ്പോയി എന്ന് പറയാലോ. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് അതിനൊരു 3-4 തവണ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ മരിയം കുട്ടി അവള് മുകളിലേക്ക് ഓടുകയാണ്. ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വന്ന് ജാക്സൺ എന്താണ് കാര്യം ചോദിക്കുമ്പോൾ ഇപ്പൊ ഫ്രാൻസി അവള് കണ്ട കാര്യം പറയാണ്. അതുപോലെ ഞാൻ അതിനെ ഷൂട്ട് ചെയ്തെന്നും പറയാണ്. അതെങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട്. അതെന്താണെന്ന് ഇപ്പൊ ഫ്രാൻസി വീണ്ടും അവനോട് ചോദിക്കുമ്പോൾ ജാക്സൺ പറയാണ്, എന്റെ നായയെ കാണാനില്ല, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതുപോലെ ആ ഒരു വീടിന്റെ ചുറ്റും അതിന്റെ ആ ഒരു വാതിൽ, ജനൽ എല്ലാത്തിലൂടെയും കരണ്ട് പാസ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നല്ലേ, ആ ജീവി ഉള്ളിലേക്ക് വരാതിരിക്കാനായിട്ട്. എന്തായാലും ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയ ജാക്സൺ അവന്റെ നായി അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരത്താണ് ഗോൾഡന്റെ ഷോൾഡറിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നനഞ്ഞ എന്തോന്ന് വീഴുന്നത്. അവൻ തൊട്ടു നോക്കിയപ്പോ അത് രക്തമായിരുന്നു. പിന്നീട് ഇവർ മുകളിലേക്ക് നോക്കിയപ്പോ ഒരു കാര്യം കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. അതായത് ജാക്സന്റെ ആ ഒരു നായ ഉണ്ടല്ലോ, അതിനെ രണ്ടായിട്ട് കീറി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ട ജാക്സൺ ആകെ പ്രാന്താവുകയാണ് കേട്ടോ. ഗോൾഡനെയും കൂട്ടി നേരെ അവൻ താഴെ ബേസ്മെന്റിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഒരു പ്രത്യേകതരം വെപ്പൺ എടുക്കുകയാണ്. ഇത് വെച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഗോൾഡൻ ഇപ്പോൾ ഈ ജാക്സനോട് ചോദിച്ചപ്പോ, നീ ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് ആ സാധനം എടുത്ത് നേരെ ആ ഒരു കൂട്ടിന്റെ ഉള്ളിലേക്ക് പോയി ആ ജീവിയുടെ കയ്യിൽ അതിട്ട് കുരുക്കി അതിന്റെ കൈ പുറത്തേക്ക് വലിച്ചു പിടിച്ച് ഗോൾഡനോട് അതിന്റെ കൈ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറയണം. അതേ സമയത്ത് തന്നെ ജാക്സൺ അതിന്റെ ഒരു വിരല് അത് വെട്ടി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന ഫ്രാൻസി പറയണം, നിനക്കെന്താ പ്രാന്തായോ ജാക്സ? ഇല്ല മേഡം, എനിക്ക് പ്രാന്തായിട്ടില്ല, പക്ഷെ വൈകാതെ ആവും. എന്റെ മോനുണ്ടല്ലോ, അവനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യും, അവന്മാരെ ഞാൻ ഇവിടെ വരുത്തിക്കും. ഇതും പറഞ്ഞ് ആ വിരലെടുത്തുകൊണ്ട് ഈ ജാക്സൺ നേരെ പോകുന്നത് പുറത്തേക്കാണ്. അവന്റെ തോട്ടത്തിൽ പോയിട്ട് മണ്ണ് മാന്താൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് ഫ്രാൻസി വീണ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്നാൽ അതൊന്നും കേൾക്കാതെ ജാക്സൺ ആ മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു പ്രത്യേകതരം കല്ല് കാണുന്നുണ്ട്. അതിൽ പ്രത്യേക തരത്തിൽ എന്തോ ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ഒത്ത നടുവിൽ ആ ഒരു വിരൽ വെക്കുകയാണ്. അപ്പൊ ആ ഒരു കല്ലും അതിൽ ആ ഒരു മാർക്കുകളൊക്കെ കണ്ട സമയത്ത് ഫ്രാൻസി പറയണ, ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്തായാലും അതേ നേരത്തെ തന്നെ ആകാശത്തിൽ നിന്നും വലിയൊരു ലൈറ്റ് ബീം താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ തന്നെ ആ വിരലുണ്ടല്ലോ അത് കാണാതാവാണ്. ഇത് കണ്ടപ്പോ തന്നെ ഫ്രാൻസിക്ക് ഒരു കാര്യം മനസ്സിലായി. മുകളിലുള്ള എന്തോ ഒന്നിനെ ജാക്സൺ ഇപ്പോൾ താഴേക്ക് വിളിച്ചിരിക്കുകയാണ്. സോ ഇനിയിപ്പോ ഇവിടെ നിന്നാൽ അപകടമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫ്രാൻസ് തന്നെ ഗോൾഡനെയും ജാക്സനെയും കൂട്ടി വീട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്ത് പ്രാന്താടെ ഈ നടക്കുന്നത്? ആ കല്ലിൽ കണ്ട ചിഹ്നം അത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. നിന്റെ മകൻ വരച്ചു വെച്ച ആ ഒരു പുസ്തകത്തിൽ ആ ചിഹ്നം ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുപ്പ് പോലും മുളക്കാത്ത ഈ പറമ്പില്, ഈ തോട്ടത്തില്, ഇത്രയും വലിയ മരുഭൂമിയില് വർഷങ്ങളായിട്ട് നീയും നിന്റെ കുടുംബക്കാരും നിന്റെ അപ്പൂപ്പന്മാര് വന്ന് താമസിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ എന്തോ ഒരു രഹസ്യമുണ്ട്. ഇനിയെങ്കിലും നീ അതൊന്ന് പറയാണ്. ഇപ്പൊ ജാക്സൺ ആ കാര്യം പറയാണ്. എന്റെ അച്ഛനും എന്റെ അപ്പൂപ്പന്മാരും കാണിച്ചതുപോലെ ആ വിഡ്ഢിത്തരം ഞാൻ ഒരിക്കലും കാണിക്കില്ല. ഒരിക്കലും ഞാൻ അവരെ ആരാധിക്കില്ല. ആകാശത്തിൽ നിന്ന് വന്ന ആ ജീവികൾ, ഏലിയൻസ്, അവരെന്തോ ദൈവദൂതന്മാരാണ്, ഏഞ്ചൽസ് ആണെന്ന് കരുതി
കരുതിയിട്ടാണ് എന്റെ അച്ഛൻ അപ്പൂപ്പന്മാർ അവരെ ആരാധിച്ചത്. എന്നാൽ എനിക്കറിയാം അവരാരാണെന്നും എന്തിനാണ് അവരിങ്ങോട്ടേക്ക് വന്നതെന്നും. പക്ഷെ അവരെന്തോ ചെയ്തോട്ടെ, എന്റെ മോനെ അവന് കിട്ടാതെ ഞാൻ അടങ്ങിയിരിക്കില്ല എന്ന് പറയാം. അതായത് ഏകദേശം കാര്യങ്ങൾ ഇപ്പൊ ഫ്രാൻസിക്ക് മനസ്സിലായി. വർഷങ്ങൾക്ക് മുന്നേ ഈ ജാക്സന്റെ അപ്പൂപ്പന്മാർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഭൂമിയിലേക്ക് വന്ന ഈ ഏലിയൻസുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി. അവരുമായിട്ട് എന്തൊക്കെയോ ചില ഡീലിങ്സ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ആ ഒരു ഏലിയൻസിനെ ആരാധിക്കുന്ന കാര്യത്തിൽ ഈ ജാക്സന് ഒട്ടും താല്പര്യമില്ല. അത് ഭ്രാന്താണെന്ന് അവനിക്ക് അറിയായിരുന്നു. അതിലുപരി അത് ആപത്താണെന്നും. അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് ചെയ്ത ആ കാര്യം അവൻ ചെയ്യില്ല എന്ന് തന്നെ അവൻ ഉറപ്പിച്ചു. മാത്രമല്ല ഫ്രാൻസിക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. അതായത് എങ്ങനെയെങ്കിലും ജോനെ, അതായത് ജാക്സന്റെ മകനെ തിരിച്ചു കിട്ടണമെങ്കിൽ ഇപ്പൊ ഈ കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഈ ഏലിയൻ ഉണ്ടല്ലോ അതിനെ വെച്ച് വിലപേശണം. എന്തായാലും ആ പരിപാടി നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ താഴേക്ക് പോവാണ്. താഴേക്ക് പോയി നോക്കിയപ്പോ ആ ഏലിയൻ ആണെങ്കിൽ ഒരു അനക്കവും ഇല്ലാതെ കിടക്കുകയാണ്. ഇത് കണ്ട് ജാക്സൺ ആകെ ഞെട്ടിപ്പോവാണ്. കാരണം ആ സാധനം ജീവനോട് വേണം, എന്നാൽ മാത്രമല്ലേ അതിനെ വെച്ച് വിലപേശാൻ പറ്റുള്ളൂ. അവനാകെ പേടിച്ച് വേഗം തന്നെ ആ കൂട് തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എന്നാൽ അപ്പൊ തന്നെ എഴുന്നേറ്റ് വന്ന ആ ഒരു ഏലിയൻ അവനെ പിടിച്ച് അവന്റെ തലയിലേക്ക് കൈ അങ്ങ് അമർത്തുകയാണ്. അതേ സെക്കൻഡിൽ തന്നെ ജാക്സന് വല്ലാത്തൊരു ഇലൂഷൻ അല്ലെങ്കിൽ മറ്റെന്തോ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അത് കണ്ട് അവൻ അങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ജാക്സന്റെ ശരീരത്തിൽ ഏലിയൻസിന്റെ കൈകൾ വന്ന് അത് അവനെ അള്ളി പിടിച്ചിരിക്കുകയാണ്. ഇതേ നേരം അവന്റെ മുന്നിൽ അവന്റെ അതേ രൂപം തന്നെയുള്ള അവന്റേതായ ഒരു ക്ലോൺ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ എക്സാക്ട് ഒരു കോപ്പി എന്ന് തന്നെ പറയാം. ആ കോപ്പി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ജാക്സന്റെ ആ ഒരു ബോഡി പൊട്ടിച്ചിതറി പോവുകയാണ്. അതായത് അവന്റെ ശരീരം ഇല്ലാതെയായി നശിച്ചു പോവാണ്. ആ ക്ലോൺ മാത്രം അവിടെ ബാക്കിയായി. ഈ സമയത്ത് ഏലിയൻ അവന്റെ ദേഹത്തുനിന്ന് പിടുത്തം വിടുകയാണ് കേട്ടോ. പുറത്തേക്ക് തെറിച്ചു വന്ന് വീണ ജാക്സൺ ഇപ്പൊ കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങുകയാണ്. അവനിപ്പോ പറയാണ് അവരെന്നെ കൊന്നു കളഞ്ഞു എന്ന് പറയാണ്. ഇത് കേട്ട് ഫ്രാൻസിക്കും കോൾട്ടനും ഒന്നും മനസ്സിലാവുന്നില്ല. കൊന്നു കളഞ്ഞെന്നോ? പിന്നെ ജീവനോടെ തന്നെയല്ലേ അവനിവിടെ നിൽക്കുന്നത്? എന്നാൽ ഒരാൾക്ക് കാര്യം മനസ്സിലായി. അവിടെ ഉണ്ടായിരുന്ന മരിയയ്ക്ക്. മരിയ പറയാണ് എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഈ കാര്യത്തില്. അതെ ഈ കാര്യത്തില് അതിനെയാ ചോദിക്കുന്നത്. കാര്യത്തില് ഇപ്പൊ മരിയ ആ ഒരു കാര്യം പറയാണ്. അതായത് ഞാൻ പ്രണയിച്ചത് മറ്റൊരാളെയായിരുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞപ്പോ ഇവന്റെ സ്വഭാവത്തിൽ ആട്ടിമുടി ഒരു മാറ്റം വന്നു. മറ്റൊരാളെ പോലെ തന്നെയായി മാറിയവൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഫ്രാൻസി പറയുന്നുണ്ട് ഓൾറെഡി ഞങ്ങൾ എല്ലാവരും ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. അതിന്റെ പുറമെ മരിയ നീ വേറെയും ട്വിസ്റ്റുകൾ തരല്ലേ മോളെ. എന്നാൽ ട്വിസ്റ്റിന്റെ മേലെ ട്വിസ്റ്റല്ല, ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ഇപ്പൊ മരിയ കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പെട്ടി. ആ പെട്ടി അവൾ തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് മരിയ പ്രഗ്നന്റ് ആയിരുന്നു. 6 പ്രാവശ്യം അബോർട്ടായി പോയി. 7ാമത് തവണ മാത്രമാണ് ജോനയെ കിട്ടിയത്. എന്നാൽ 6 തവണയും അബോർഷനായി പോയ ആ ഒരു കുഞ്ഞിന്റെ ഭ്രൂണം അവൾ എടുത്തു വെച്ചായിരുന്നു. ശരിക്കും അത് കണ്ടാൽ ഏലിയൻസിനെ പോലെ തന്നെയുണ്ട്. ഇപ്പൊ മരിയ ഞെട്ടിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ പറയാണ്. അതായത് എനിക്ക് 6 പ്രാവശ്യം അബോർഷനായി എന്ന് പറയുന്നില്ലേ, അബോർഷനായ കുഞ്ഞുങ്ങളാണിത്. ഇതിനെ കണ്ടാൽ ഏലിയൻസിനെ പോലെ തന്നെ തോന്നില്ലേ? എന്നാൽ അന്ന് ഞാൻ അബോർഷനായ സമയത്ത് ഇവരെല്ലാവരും, അതായത് ഈ ജാക്സനും ഇവന്റെ അച്ഛനും അമ്മയും എല്ലാവരും എന്നോട് പറഞ്ഞത് ഞാൻ എന്തോ ശാപം പിടിച്ചവളാണ്, എന്റെ പ്രശ്നം കാരണമാണ് ഇതുപോലെ വിരൂപികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ എനിക്ക് ഉണ്ടായത് എന്ന് അവരെന്നോട് പറഞ്ഞു. അവരുടെ വിശ്വാസത്തിന് അടിമപ്പെടാൻ വേണ്ടി. എന്നാൽ മാത്രമേ നിനക്ക് നല്ലൊരു കുഞ്ഞിനെ കിട്ടുകയുള്ളൂ എന്ന്. അങ്ങനെ നല്ലൊരു കുഞ്ഞിനെ കിട്ടാനുള്ള ആശ കൊണ്ട് അവർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആ ഏലിയൻസിനെ ആരാധിച്ചു. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിനുശേഷമാണ് എനിക്ക് ജോനയെ പോലെ ഒരു മനുഷ്യ കുഞ്ഞിനെ കിട്ടിയത്. എന്നാൽ എനിക്കിപ്പോ മനസ്സിലായി ഇവിടെ എന്താ നടന്നുകൊണ്ടേയിരുന്നത്. എന്റെ ഭർത്താവായിട്ട് ഇപ്പൊ ഇവിടെ വന്നു നിൽക്കുന്ന ഈ ജാക്സൺ ഉണ്ടല്ലോ, കല്യാണത്തിന്റെ മുന്നേ അവനൊരു മനുഷ്യനായിരുന്നു. എന്നാൽ കല്യാണത്തിന് ശേഷം അവനെ ആ ഏലിയൻസ് മുകളിലേക്ക് കൊണ്ടുപോയി അവന്റെ ഒരു ക്ലോണിനെ ഉണ്ടാക്കി. എന്നിട്ട് ഒറിജിനൽ ആയിട്ടുള്ള ജാക്സനെ അവർ കൊന്നു കളഞ്ഞു. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ജാക്സൺ അവനൊരു ഏലിയൻ മാത്രമാണ്. അതായത് അവന്റെ ശരീരം ഫുള്ളായിട്ട് ഏലിയൻസ് ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ അവന്റെ ഓർമ്മകൾ അതൊരിച്ചിരി മാത്രം അവന്റെ തലയിൽ ഇട്ടു കൊടുത്തിട്ട് അവൻ പോലും അറിയാതെ അവന്റെ ക്ലോണിനെയാണ് താഴേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. എന്നാൽ ആ കാര്യം ഇപ്പോഴാണ് ജാക്സന് തന്നെ മനസ്സിലാവുന്നത്. എന്തായാലും ഇതുപോലൊരു പടം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണാണ്, എണ്ണി നോക്ക് നിങ്ങൾ എത്ര എണ്ണം ഉണ്ടാവുമെന്ന്. എന്തായാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായ ഫ്രാൻസ് ഇപ്പൊ ജാക്സനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ജാക്സ, ശരിക്കും നിനക്ക് എന്തെങ്കിലും കാര്യം ഇനിയും അറിയാമെങ്കിൽ നീ ഒന്ന് പറയുന്നു. ജാക്സൺ ഇപ്പോ അവന് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ ഏലിയൻസ് ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. അതിന് കാരണം അവരുടെ ഗ്രഹം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഭൂമി അവരുടെ ഗ്രഹമാക്കി മാറ്റണം. എന്നാൽ അവർ വിചാരിച്ചതുപോലെ അവർക്ക് ഈ ഗ്രഹത്തിൽ ജീവിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ സഹായം അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അവരുടെ രൂപവും ശരീരവും എല്ലാം മനുഷ്യരുടേതുപോലെയായിട്ട് മാറ്റണമായിരുന്നു. അതിനുവേണ്ടി മാത്രം ഈ ഏലിയൻസ് എന്റെ ഫാമിലിയെ ഉപയോഗിച്ചതാണ്. അതായത് ഈ ലാബിലുള്ള റാറ്റുകൾ ഉണ്ടാവുമല്ലോ, അതുപോലെ ഒരുപാട് വർഷം അവർ പരീക്ഷണം ചെയ്തിട്ടും അവരുടെ ആ ഒരു പരീക്ഷണം സക്സസ്ഫുൾ ആയില്ല. അവസാനം അത് വിജയിച്ചത് എന്റെ മകനിലൂടെ മാത്രമാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഫ്രാൻസിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ഈ ജാക്സൺ അവനും ഒരു ഏലിയൻ ആണ്. ഏലിയന്റെ ശരീരമാണ് അവന്. എന്നാൽ അവന്റെ ഉള്ളിൽ ആ ഒരു പഴയ ജാക്സന്റെ ആ ഒരു കോൺഷ്യസ്നെസ് അതുള്ളത് കൊണ്ട് മാത്രമാണ് ഇവരോട് ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത്. അത് ശരിക്കും നിങ്ങൾ ആലോചിക്കണേ. ഈ കഥ കേൾക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരാൻ പാടില്ല.
പാടില്ല. അതുപോലെ ജാക്സന് മനസ്സിലായി ഇത് അവന്റെ ശരീരമല്ല, അവൻ മനുഷ്യനല്ല, ഇതൊരു ഏലിയനാണ്. അതുകൊണ്ട് തന്നെ മകനെ വീണ്ടെടുക്കണം അല്ലെങ്കിൽ ജീവിക്കണം എന്നുള്ള ആ ഒരു ആശയൊക്കെ അവന് നഷ്ടമായി. മാത്രമല്ല ആ ഏലി എന്തിനാണ് അവന്റെ തലയിൽ കൈവച്ചത്? കാരണം ഈ സത്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഏലിയനായിട്ട് കൂടെ അവന്റെ കൂട്ടത്തിൽ തന്നെ പെട്ട ഏലിയൻസിന് എന്തിനാണ് അവൻ ഉപദ്രവിക്കുന്നത്, ആ കാര്യം അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ആ ഏലിയൻ അവന്റെ തലയിൽ കൈവച്ചതും നടന്ന കാര്യങ്ങളെല്ലാം ഒരു വിഷ്വൽസിലൂടെ അവന് കാണിച്ചു കൊടുത്തതും. ഇതേ നേരം തന്നെ പുറത്ത് വല്ലാത്തൊരു ഇടിമിന്നൽ വരുന്നുണ്ട്. അതായത് മുകളിൽ നിന്നും ഇനിയും ഏലിയൻസ് താഴേക്ക് വരികയാണ്. ഇത് കണ്ട കോൾട്ടൻ ആകെ ഭ്രാന്തളകുകയാണ്. അതായത് മനുഷ്യവംശത്തെ ഇല്ലാതാക്കി ഇവറ്റകൾ ഭൂമിയിൽ ഇനി ജീവിക്കാൻ വേണ്ടി പോവുകയല്ലേ. അപ്പൊ കോൾട്ടൻ പോയിട്ട് ഈ ജാക്സനെ പിടിച്ചിട്ട് പറയാണ്, നിനക്കൊക്കെ ഇല്ലാതാക്കാൻ, നിനക്കൊക്കെ വന്നു കൂടാനായിട്ട് ഞങ്ങളുടെ ഗ്രഹം മാത്രമേ കണ്ടുള്ളൂ. ഇപ്പൊ ഫ്രാൻസി കോൾട്ടനെ പിടിച്ചു മാറ്റിട്ട് പറയാണ്, നീയും ഇവിടെ വെച്ച് ഭ്രാന്ത് കാണിക്കില്ല, എങ്ങനെയെങ്കിലും നമുക്ക് ആ ഒരു പയ്യനെ കണ്ടുപിടിക്കണം. ഇപ്പൊ കോൾട്ടൻ ചോദിക്കുകയാണ്, ഫ്രാൻസി നിനക്ക് എന്താണ് ഉറപ്പ് ആ പയ്യൻ ഒരു മനുഷ്യനാണെന്ന്, അതൊരു അന്യഗ്രഹ ജീവിയാണ്. ഇപ്പൊ ഫ്രാൻസി വീണ്ടും കോൾട്ടനോട് പറയണം, നീ ഒരു കാര്യം ചെയ്യ്, നമുക്കറിയില്ല അതൊരു ഏലിയനാണോ മനുഷ്യനാണോ, തൽക്കാലം നീ മുകളിലേക്ക് പോ, ഞാൻ ഇവരൊന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കട്ടെ. എന്തായാലും അവൻ പോയി കഴിഞ്ഞപ്പോൾ ഫ്രാൻസി ഇപ്പോൾ ജാക്സന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, അതായത് നീ പൂർണ്ണമായിട്ട് ഒരു ഏലിയൻ അല്ല, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്, നമുക്ക് നിന്റെ മോനെ രക്ഷപ്പെടുത്തണ്ടേ. എന്നാൽ ജാക്സൺ പറയാണ്, എന്തിനാണ്, ഞാനൊരു ഏലിയൻ ഉണ്ട്, എന്തിനാ വെറുതെ അവനെ രക്ഷപ്പെടുത്താനായിട്ട് ഞാൻ വരുന്നത്, അതിലൊരു കാര്യമില്ലല്ലോ, ഒരു അർത്ഥമില്ലാത്ത കാര്യമല്ലേ. ഇപ്പൊ ഫ്രാൻസി പറയണ, ജാക്സ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ ശരീരം ഏലിയന്റേതാണെങ്കിലും നിന്റെ കോൺഷ്യസ്നെസ് അത് പൂർണ്ണമായിട്ടും നിന്റേത് തന്നെയാണ്. നീ വാ, നിന്റെ മോനെ നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ. ഇതേ കാര്യം തന്നെ മരിയും വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, അതായത് നീ ജാക്സൺ തന്നെയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ജാക്സന് ചാർജായി, ശരി നമുക്ക് അവനെ രക്ഷപ്പെടുത്താം, പക്ഷെ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഏലിയനെ മുകളിലേക്ക് കൊണ്ടുപോകണം, അതിനായിട്ട് എനിക്ക് വലിയൊരു തുണി വേണമെന്ന് പറയാണ്. ഫ്രാൻസി വേഗം തന്നെ ഒരു തുണി കൊണ്ടേ കൊടുക്കണം. ആ തുണി അവള് കൊടുത്ത പാട് തന്നെ എന്തിനാണെന്ന് അറിയില്ല ജാക്സൺ അവളെ ഒറ്റ അടിക്ക് ബോധം കെടുത്തിയിടുകയാണ്. എന്നിട്ട് തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ആ ഏലിയനുമായിട്ട് മുകളിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കോൾട്ടൻ മുകളിലാണല്ലോ ഉള്ളത്. അല്പനേരം മുന്നേ ഒരു ഇടിമിന്നല് ഭൂമിയിലേക്ക് വന്ന് പതിച്ചില്ലേ, അതിലൂടെ ഒരു ഏലിയൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതിപ്പോ ഈ വീട്ടിന്റെ ഉള്ളിലേക്കും കയറിയിട്ടുണ്ട്. അതിപ്പോ കോൾട്ടന്റെ മുന്നിലുള്ളത്. അതിന്റെ മുന്നിൽ പെട്ടുപോയി കോൾട്ടന് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. അവരുടെ പവർ എന്ന് വെച്ചാൽ അത് വെറും ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമായിരുന്നില്ല, അവറ്റകൾക്ക് സൈക്കിക് പവർ കൂടെ ഉണ്ടായിരുന്നു. അതായത് അവറ്റകൾക്ക് കൈകൊണ്ട് തന്നെ തൊടാതെ വസ്തുക്കളെ നിയന്ത്രിക്കാൻ കഴിയും. ഇപ്പൊ ഈ ഒരു ഏലിയൻ കോൾട്ടനെ ആ ചുമരിലേക്ക് ചേർത്ത് പിടിച്ച് അവന്റെ നെഞ്ച് രണ്ടായിട്ട് പിളർത്തിക്കളയാണ്. ആ നേരത്താണ് അങ്ങോട്ടേക്ക് കൂട്ടിൽ പൂട്ടിയിട്ട ആ ഏലിയനുമായിട്ട് ജാക്സൺ മുകളിലേക്ക് വരുന്നത്. അങ്ങനെ ആ രണ്ട് ഏലിയൻസിന്റെയും കൂടെ ജാക്സൺ നേരെ ആ കല്ലുണ്ടല്ലോ, ലൈറ്റ് ബീം വന്ന് പതിച്ച ആ ഒരു കല്ല് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ ഈ ഏലിയനെ കെടുത്തുന്നുണ്ട്. അപ്പൊ തന്നെ മുകളിലേക്ക് വയ്യാത്ത ആ ഏലിയനെ ഈ ലൈറ്റ് ബീം വഴി ഇവര് മുകളിലേക്ക് കൊണ്ടുപോവാണ്. അടുത്ത നിമിഷം തന്നെ കാണാതായ ജാക്സന്റെ മകൻ ജോന അവിടെ എത്തുകയാണ്. പകരത്തിന് പകരമായിട്ട് അവനിക്ക് ജോനയെ കിട്ടുകയാണ് കേട്ടോ. ജോനയെ കണ്ടപാടനെ ജാക്സൺ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഒരു കാര്യം ആലോചിക്കണം, ജാക്സന്റെ ശരീരം അത് ഏലിയൻ ശരീരമാണെങ്കിലും അവന്റെ മൈൻഡ്, കോൺഷ്യസ്നെസ് അതെല്ലാം അവന്റേത് തന്നെയാണ്. സ്നേഹം കൊണ്ട് മകനെ ഇപ്പൊ കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അടുത്ത നിമിഷം അവൻ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് സ്വന്തം മകനെ തന്നെ വെടിവെച്ച് കൊല്ലാൻ നോക്കുകയാണ്. പക്ഷെ ആ വിഷ്വല് ഞാൻ നിങ്ങളെ കാണിക്കില്ല. കുട്ടികൾക്കെതിരായിട്ടുള്ള ഒരു കാര്യം യൂട്യൂബ് വെച്ച് പൊറുപ്പിക്കില്ല, അതുകൊണ്ട് ആ വിഷ്വല് ഞാൻ കാണിക്കില്ല. അതായത് മകനെ കൊല്ലാൻ തന്നെ അവൻ തീരുമാനിക്കുകയാണ്. കാരണം ഈ പരമ്പര ഇവിടെ തീരട്ടെ, ഈ പരമ്പര ഉള്ളത് കൊണ്ടാണല്ലോ ഈ ഏലിയൻസ് മനുഷ്യരുടെ ദേഹത്ത് പരീക്ഷണം നടത്തുന്നത്. ഒരിക്കലും ഞാൻ അതിന് അനുവദിക്കില്ല. ഇതേ നേരം അങ്ങോട്ടേക്ക് ഫ്രാൻസി വരുന്നുണ്ട്. അവന് നേരെ ഗണ്ണ് ചൂണ്ടാണ്. ജാക്സ അബദ്ധമൊന്നും കാണിക്കരുത്, ഞങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പില്ല അവനൊരു ഏലിയൻ ആണോ മനുഷ്യനാണോ എന്ന്. എനിക്ക് ആ ഒരു കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്തേ മതിയാവുള്ളൂ, നീ എന്തെങ്കിലും ചെയ്താൽ ഞാൻ നിന്നെ വെടിവെക്കുന്നു പറയാണ്. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഏലിയനും ജാക്സനെ നോക്കിയിട്ട് അലറുകയാണ്. കാരണം അവരുടെ എത്രയോ വർഷത്തെ പരീക്ഷണത്തിന്റെ ഒരു എന്താ പറയുക ഫലമാണ് ശരിക്കും ഈ ജോന എന്ന് പറഞ്ഞ ഈ കുട്ടി. ഇപ്പൊ ഫ്രാൻസി പറയുന്ന കാര്യമൊന്നും ജാക്സൺ കേൾക്കുന്നില്ല കേട്ടോ. എന്നാൽ അതേ സമയത്ത് തന്നെ ഒരു വെടിശബ്ദം കേൾക്കുകയാണ്. എന്നാൽ വെടിവെച്ചത് ഫ്രാൻസി അല്ല, പകരം ജാക്സന്റെ ഭാര്യയായിട്ടുള്ള മരിയായിരുന്നു. സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയാൽ ഏത് അമ്മയായാലും അത് നോക്കിയും കണ്ട് നിൽക്കുവോ? തന്റെ കുഞ്ഞിനെ ഭർത്താവ് കൊല്ലുന്നതിന് മുന്നേ ആയിട്ട് ഭർത്താവിനെ ഭാര്യ തന്നെ കൊന്നുകളഞ്ഞു. അപ്പൊ ആ ഒരു കുഞ്ഞ് സേഫ് ആണെന്ന് കണ്ടപ്പോ അപ്പൊ തന്നെ ആ ഒരു ഏലിയൻ മുകളിലേക്ക് പോവുകയാണ്. ഇപ്പൊ ജോന നേരെ മരിയയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് ഫ്രാൻസി പറയുന്നുണ്ട്, മരിയ നമുക്ക് എന്തായാലും സ്റ്റേഷനിലേക്ക് പോകണം, ആ ഒരു കുട്ടിയെ നീ വിട്ടു തരണം എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ മരിയ പറയണ്, എന്തിന് ഞാൻ വിട്ടു തരണം? നിങ്ങൾക്ക് എന്റെ കുഞ്ഞിനെ തന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? അവനെ വെട്ടിക്കേറി പരിശോധിക്കുകയല്ലേ, പരീക്ഷണങ്ങൾ നടത്തുവല്ലേ? തരില്ല ഞാൻ. എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ട് സ്വന്തം ഭർത്താവിനെ കൊന്നവളാ ഞാൻ, അതുകൊണ്ട് എനിക്ക് നിന്നെ കൊല്ലാനും യാതൊരു മടിയില്ല എന്ന് പറയാണ്. എന്തായാലും ആ ഒരു കുഞ്ഞുമായിട്ട് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് ഫ്രാൻസിക്ക് മനസ്സിലായി. പിറ്റേ ദിവസം രാവിലെ പോലീസുകാരൊക്കെ ഒരു വലിയ ടീമായിട്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവർ വന്ന് നോക്കിയപ്പോൾ കാണാതായ മരിയ അതുപോലെ തന്നെ ജോന അവർ രണ്ടുപേരെയും കിട്ടി. പക്ഷേ കേസിന്റെ അന്വേഷണത്തിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന കോൾട്ടൻ എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരനെ മൃഗീയമായിട്ട് കൊന്നിരിക്കുകയാണ്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി ചീഫ് അയാളും വന്നിട്ട് നമ്മുടെ ഫ്രാൻസിയോട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും നീ അന്വേഷിച്ച് വന്ന രണ്ടുപേരെയും കിട്ടിയല്ലോ. അതുപോലെ മരിയ മൊഴി തന്നിട്ടുണ്ട്. അവളുടെ ഭർത്താവ് തന്നെ ഇവരെ രണ്ടുപേരെയും ഇവിടെ പൂട്ടിയിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. കേസ് അന്വേഷിക്കാൻ വന്ന കോൾട്ടനെയും അയാൾ കൊന്നുകളഞ്ഞു. സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് അവള് തന്നെയാണ് അവളുടെ ഭർത്താവ്
ഭർത്താവിനെ കൊന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഫ്രാൻസി പറയുന്നത്, ചീഫെ നിങ്ങൾ എന്ത് ഈ പറയുന്നത്? അപ്പൊ ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വാസമായിട്ടില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ ഫ്രാൻസി അവിടെ നിന്നും ഈ ഒരു ചീഫ് വിളിച്ചുകൊണ്ടിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്റെ പൊന്നു ഫ്രാൻസി, നീ ഈ പറയുന്ന കാര്യം ആര് വിശ്വസിക്കാനാ? ഏലിയൻ വന്നിട്ട് ഈ കുടുംബത്തിൽ മുഴുവൻ പരീക്ഷണം നടത്തുമായിരുന്നു, ഇവരെ തട്ടിക്കൊണ്ടുപോയി. നീ പറഞ്ഞ കഥയൊക്കെ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? അതുകൊണ്ട് സ്വയം ബുദ്ധിക്ക് യുക്തിക്ക് ചിന്തിക്കാൻ പറ്റുന്നതാ ഈ ഒരു റിപ്പോർട്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. മരിയ എന്തായാലും മൊഴി തന്നല്ലോ, ആ മൊഴി തന്നെ ഞാൻ രേഖപ്പെടുത്താൻ പോവാം. അപ്പൊ സാറേ, ഇന്നലെ രാത്രി ഞാൻ അനുഭവിച്ച ആ ഒരു കാര്യങ്ങളോ, ഞാൻ നേരിട്ട് കണ്ട ആ ഒരു കാര്യങ്ങളോ, അതൊക്കെ സത്യമാണ് സാറേ. ഇതേ നേരം തന്നെ ആ ചീഫ് പറയാണ്, ഫ്രാൻസി നീ പറയുന്ന സത്യമാണോ നുണയാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ വിക്ടിമായിട്ടുള്ള മരിയ അവള് പറയുന്ന കാര്യമല്ലേ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സാധാരണ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് നീ പറയുന്നത്, ഒട്ടും ലോജിക്കില്ലാത്ത ഓരോ കാര്യങ്ങൾ. ഇനിയിപ്പോ നിനക്ക് ഏലിയൻസിനെ കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു എന്നൊക്കെ വാദിക്കാം, പക്ഷെ കേസ് ഇവിടെ തീർന്നു. എന്നാ ശരി, നിന്റെ പണി തീർന്നല്ലോ, നീ ഇവിടുന്ന് വിട്ടു എന്ന് പറയാണ്. എന്തായാലും ഇത് കഴിഞ്ഞപ്പോൾ ഫ്രാൻസി നേരെ പോയിട്ട് കാറിലിരിക്കുകയാണ്. അവൾക്ക് ഒരുമാതിരി പ്രാന്ത് പിടിക്കുന്നത് പോലെ ആവുന്നുണ്ട്. 5 വർഷം മുന്നേ സ്മോക്കിംഗ് നിർത്തിയതാണ്. കീശയിലുണ്ടായിരുന്ന സിഗരറ്റ് എടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് ഇരുത്തി വലിക്കുകയാണ്. അതേ നേരം തന്നെ ആ ചെറുക്കനുണ്ടല്ലോ ജോന, അവൻ അവളൊന്ന് നോക്കുകയാണ്. അവന്റെ ആ ഒരു നോട്ടത്തിൽ വല്ലാത്തൊരു പെശക്ക് ഫ്രാൻസിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അവനിപ്പോ വന്നിട്ട് അവന്റെ അമ്മയും കൂട്ടിക്കൊണ്ടുപോകണം. ഇവിടെ വെച്ച് ഫ്രാൻസിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതാണ് ഈ സിനിമയുടെ ഏറ്റവും അവസാനത്തെ ട്വിസ്റ്റ്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ജോനയും മരിയും ആ ഒരു ഏലിയൻസ് തട്ടിക്കൊണ്ടുപോയില്ലേ അവരുടെ ആ ഒരു സ്ഥലത്തേക്ക്. പിന്നീട് തിരിച്ചു വന്നത് ശരിക്കുള്ള മരിയല്ല, പകരം വന്നിരിക്കുന്നത് ഏലിയനാണ്. കാരണം അവരുടെ ആ ഒരു ടെക്നോളജിയൊക്കെ നന്നായിട്ട് അഡ്വാൻസ് ആയി കഴിഞ്ഞു. ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത ആ ഒരു ഏലിയൻസ് എങ്ങനെ ഭൂമിയിൽ ജീവിക്കാം എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവസാനമായിട്ടുണ്ടായ നമ്മുടെ ജോന. എന്തായാലും ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പുറം ലോകം അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ മരിയ സ്വാഭാവികമായ രീതിയിലുള്ള ഒരു മൊഴി കൊടുത്തത്. ഒരു സാധാരണ ഡൊമസ്റ്റിക് കേസ്, അത്രയേ ഉള്ളൂ. വീട്ടിൽ ഭാര്യയും കുട്ടിയും പൂട്ടിയിട്ട് ഉപദ്രവിച്ചു, അതിന്റെ പേരിൽ ഭർത്താവിനെ ഭാര്യ കൊന്നു കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട്. വെരി സിമ്പിൾ. പക്ഷേ അതിന്റെ പിന്നിലുള്ള ആ ഒരു വലിയ രഹസ്യം, അത് ആർക്കറിയാനാ? അത് അറിയുന്ന ഒരാളെ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളൂ, ഫ്രാൻസി മാത്രം. അവള് പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും ആരും വിശ്വസിക്കുന്നുമില്ല, എന്നിട്ട് വിശ്വസിക്കാൻ പോകുന്നുമില്ല. ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഫ്രാൻസി ഇപ്പൊ അവിടുന്ന് പോവാണ്. അതായത് ഫ്രാൻസിക്ക് ഏകദേശം ഒരു കാര്യം ഉറപ്പായി. വർഷങ്ങളായിട്ട് ഭൂമിയിൽ ഈ ഏരിയയിൽ ഡെവിൾസ് ഗേറ്റ് എന്ന് പറഞ്ഞ ഈ ഏരിയയിൽ വന്നുകൂടിയ ഈ ഏലിയൻസ് അവർക്കന്ന് വന്നപ്പോൾ അറിയില്ലായിരുന്നു എങ്ങനെ ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യണമെന്ന്. എന്നാൽ ഇപ്പൊ അവരത് പഠിച്ചു കഴിഞ്ഞു. അധികം വൈകാതെ ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യന്മാരെയും അവരില്ലാതാകും. ഇനി ഈ ഭൂമിയിൽ മുഴുവൻ അവര് മാത്രമായിരിക്കും. ഏലിയൻസിന് വേണ്ടി ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് താഴെ ഇവിടെ മരിയുണ്ട്, അതുപോലെ തന്നെ ജോനയുണ്ട്. ഇനി വേറൊരു കാര്യമുണ്ട്, അതായത് അവർ ഈ ഭൂമിയിലേക്ക് വന്നോ എന്ന് പോലും കൺഫേം ആയിട്ട് പറയാൻ കഴിയില്ല കേട്ടോ. അതായത് ആ ഒരു വലിയ പോർട്ടൽ അത് ഉപയോഗിച്ച് ഭൂമി എന്നൊരു ഗ്രഹത്തെ അവർ ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരിപ്പോഴും ജീവിക്കുന്നത് അവരുടെ ഗ്രഹത്തിൽ തന്നെയായിരിക്കും. അവരുടെ ആ ഒരു ഗ്രഹം നശിച്ചു പോകാനായതുകൊണ്ട് തന്നെ അവരുടെ ഗ്രഹത്തിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു സേഫ് ആയിട്ടുള്ള സ്ഥലം അവരവിടുന്ന് കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നു പോകുന്നതായിരിക്കും. അതിനും ഒരു സാധ്യതയുണ്ട്. കാരണം ആകാശത്തിലുള്ള അവരുടെ സ്പേസ് ഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നും കാണിക്കുന്നില്ല ഇവിടെ. ഇതെല്ലാം അവിടെ നിൽക്കട്ടെ, കഥയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ നമ്മുടെ ഫ്രാൻസി അവിടെ നിന്ന് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, വല്ലതൊക്കെ മനസ്സിലായ? നിങ്ങളുടെ കിളികളൊക്കെ പോയിട്ടുണ്ടാ? എന്നാൽ പോയ കിളികളെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ അവസാനത്തെ കുറച്ച് ഭാഗം ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയാൽ മതി കേട്ടോ. എന്തായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ അടുത്ത കാലത്ത് ഇത്ര വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ ഞാൻ കേട്ടിട്ടില്ല, ഇത്രയും ട്വിസ്റ്റ് ഉള്ള ഒരു കഥയും ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. കമന്റ് ഇടാത്ത കുറെ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഈ ഒരു പ്രാവശ്യമെങ്കിലും ഈ സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ കാര്യം നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ലല്ലോ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ആർക്കറിയാം. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ അതുവരെ ഓക്കെ, ബൈ.